അല്ലാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. അല്ലാതെ സ്വന്തമായിട്ട് പടച്ച റബ്ബ് തന്ന ജീവിതം അവസാനിപ്പിക്കുന്നത് അതൊരു വലിയ പാപത്തിൽ പെട്ടതാണ്. ഒരു വ്യക്തിക്ക് സ്വയമായി അവന്റെ അനുവാദത്തോടെ മറ്റുള്ളവർക്കോ അത് ചെയ്യാവുന്നതല്ല. അല്ലാഹു തന്ന ആയുസ് തിരിച്ചെടുക്കാറുള്ള കഴിവ് അല്ലാഹുവിനാണ്. ഒരിക്കലും നമുക്കതില്ലല്ലോ. അതുകൊണ്ടത് ചെയ്യുന്നത് ചെറിയ പായമല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ഓർമ്മപ്പെടുത്തും, അല്ലാഹു തന്ന ആയുസ് അല്ലാഹുവിനാണ് തിരിച്ചെടുക്കാനുള്ള അധികാരം. നീ അത് എടുക്കരുത്, നീ അത് നശിപ്പിക്കരുത്, നീ നിന്റെ ശരീരത്തെ കൊല്ലരുത് എന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് പ്രവാചകൻ ഉപദേശിക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നാലാമത്തെ കാര്യം, ആത്മഹത്യ ചെയ്യുന്നത് സാധാരണ പാപമല്ല, അതൊരു വലിയ പാപമാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 5, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരാശ നിന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് നബിയ്യനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇസ്ലാം മനുഷ്യരെ പരിശീലിപ്പിച്ചിട്ടുള്ള നിരാശ ജീവിതത്തിൽ പാടുണ്ടോ? ഉണ്ടോ? നിരാശ സാധാരണ പാപമല്ല, മനസ്സിലാക്കിക്കോ. നിരാശ എന്ന് പറയുന്നത് ഒരു സാധാരണ തെറ്റല്ല, അതൊരു വലിയ തെറ്റാ. ഇത് നിരാശ എന്ന് പറഞ്ഞ എന്താ? പ്രതീക്ഷ അറ്റുപോവുക. മക്കളില്ല അല്ലേ, 10-15 കൊല്ലമായി മക്കളില്ല, വയസ്സ് കുറയായി ഉസ്താദെ മക്കളില്ല, ഇനിയിപ്പോ ഉണ്ടാകില്ല, അല്ലാഹ് തരൂല എന്നതിനർത്ഥം. നിരാശ. നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു ടണ്ണ് കമ്പിയുടെ പൈസ എന്ന നമ്മുടെ തിരൂരുള്ള ഒരു സഹോദരൻ 20 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലാഹ് ഒരു സന്താനത്തിന് കൊടുത്ത്. നമ്മുടെ ഉപാസിക്കാരുടെ പ്രായമൊന്നും അല്ലെന്ന് തോന്നില്ല, അണ്ണൻ കേട്ടില്ല, നല്ല പ്രായമുള്ള ഒരാളാ. നമ്മുടെ സജീവണ്ണന്റെ ഒക്കെ പ്രായം ഉണ്ടാകും അദ്ദേഹത്തിന്. 40 വയസ്സ് കഴിഞ്ഞില്ലേ? 40 വയസ്സൊക്കെ കഴിഞ്ഞു. ചെറിയൊരു മകൾ, 8-6-7 വയസ്സുള്ളൊരു മകളുണ്ട്. 20 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലാഹ് സന്താനത്തിന് കൊടുത്ത്. അദ്ദേഹത്തിന്റെ സഹോദരനും മക്കളില്ല. ഞാൻ പറഞ്ഞു, വേറെ വഴുതൊന്നും കേൾക്കണ്ട, കൂടപ്പുറപ്പിനെ നോക്കിയാൽ മതി, അല്ലാഹ് തരാൻ കഴിവുള്ളവനാണെന്ന് അതിനേക്കാളും വലിയ തെളിവില്ല. എന്റെ പ്രിയപ്പെട്ടവരെ,